പുന്നമടയിലേക്ക് പോകാം. പുന്നമടയിൽ ആവേശം. അടിപൊളി ഇടിതടി സമർപ്പിക്കുന്നത് സൺറൈസ് ഹോസ്പിറ്റൽ, കേരളത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന ആശുപത്രി ശൃംഖല. പവേർഡ് ബൈ റെയ്ഡ്കോ കറി പൗഡർ, രുചിയുടെ നേര്, ഒരു കേരള സർക്കാർ സഹകരണ സംരംഭം. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് നമ്മുടെ അച്ചയൻസ് തന്നെ. പുന്നമടയിൽ ആവേശം കൊട്ടിക്കേറുന്ന ജലപൂര കൊടിയേറാൻ ഇനി നിമിഷങ്ങൾ എണ്ണി കാത്തിരിക്കുകയാണ് ഓരോ മലയാളികളും. ഓളപ്പരപ്പിനെ കീറിമുറിച്ച് ആ കരിനാഗങ്ങൾ തുഴയെറിയുമ്പോൾ വള്ളംകളി പ്രേമികൾ ആനന്ദത്തിന്റെ കൊടുമുടി കയറും. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ആവേശം ഒരു തരുമ്പും ചോരാതെ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിക്കാൻ ന്യൂസ് മലയാളം ടീമും സജ്ജമാണ്. അവിടെ നിന്നും TM ഹർഷനും ലക്ഷ്മി പത്മയും വഞ്ചിപ്പാട്ട് സംഘത്തോടൊപ്പമുണ്ട്. കാഴ്ചകളിലേക്ക്. ലക്ഷ്മി, നമ്മളിപ്പോ വഞ്ചിപ്പാട്ട് സംഘത്തിന്റെ ഒപ്പമാണ്. ഇവരെ നമ്മൾ കഴിഞ്ഞ തവണയും നമ്മുടെ ടീം ഇവർ തന്നെയായിരുന്നു. തലവടിയിൽ നിന്നുള്ള വഞ്ചിപ്പാട്ട് സംഘമാണ്. ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. ഇവര് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവരിങ്ങനെ കണ്ടോ വളരെ സൈലന്റ് ആയിട്ട് നിൽക്കുകയാണ്. ഇവർ പാട്ടങ്ങ് തുടങ്ങി കഴിഞ്ഞാണ്ടല്ലോ ഇവിടെ ഇടിച്ചു പൊളിക്കും. അതാണ് അതിന്റെ ഒരു അവസ്ഥ. നമുക്ക് ആദ്യം ഇവരുടെ വിശദാംശങ്ങളും ഈ ടീമിന്റെ വിവരങ്ങളും ഒക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം. അല്ലേ ചേച്ചി? കഴിഞ്ഞ തവണ കണ്ടിട്ട് ഒരു വർഷം കഴിഞ്ഞ് നമ്മളിത് വീണ്ടും കാണുക. സന്തോഷം. ഒന്നുകൂടെ പാടാൻ ഒരു അവസരം കിട്ടിയില്ലേ? അതെ അതെ. എന്റെ പേര് ഡെയ്സി. അപ്പോൾ എല്ലാ മൊത്തം ടീമിന്റെയും കാര്യങ്ങൾ നമുക്ക് വിശദമായിട്ട് പറയാം. എന്തായാലും ആദ്യം ഇവരുടെ പെർഫോമൻസിലേക്ക് പോയതിനു ശേഷം നമുക്ക് കാര്യങ്ങളിലേക്ക് വരാം. കാരണം ഇവര് ഒരു ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് കേട്ടോ, കൗതുകമുള്ള വിവരങ്ങളുണ്ട്. അത് ഇവര് ഒന്ന് UBC കൈനകരിയുടെ ഫാൻസ് ആണ്. ബഹുഭൂരിപക്ഷം പേരും, എല്ലാവരും എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അതിനകത്ത് തന്നെ ചിലർക്ക് വേറെ ചില താല്പര്യം. അതുകൊണ്ടാണ് തലവടിക്കാരായതുകൊണ്ട് UBC കൈനകരിയുടെ ഫാൻസ് ആണ്. മാത്രമല്ല ഇതിൽ 3 തുഴക്കാരുണ്ട്. ഇതിൽ 3 പേര് ഇത് കഴിഞ്ഞാൽ ഈ പാട്ട് പാടിയിട്ട് അവർക്ക് ഏത് വള്ളത്തിലാണ് നിങ്ങൾ തുഴയുന്നത്? കാട്ടിൽ തെക്കേതിൽ ഇവർക്ക് തുഴയാനുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് 3 പേർക്ക്. അപ്പോൾ ഇതിനകത്ത് ടീം അംഗങ്ങളുണ്ട്. കാട്ടിൽ തെക്കേതിന്റെ 3 ടീം അംഗങ്ങൾ. ആദ്യം നമുക്ക് പാട്ടിലേക്ക് പോകാം, അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. അല്ലേ ചേച്ചി? ഗിരിജ സെബാസ്റ്റ്യൻ. അത് തന്നെ, ഗിരിജ സെബാസ്റ്റ്യൻ. കഴിഞ്ഞ തവണ ഞാൻ ചോദിച്ചു, അതാണ് ചെറിയ ഓർമ്മ. അപ്പൊ നമുക്ക് ആ പെർഫോമൻസിലേക്ക് പോകാം. അല്ലേ ലക്ഷ്മി? തകർത്തോ? നമസ്കാരം 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 നിങ്ങൾക്കേവർക്കും നമസ്കാരം നമസ്കാരം നിങ്ങൾക്കേവർക്കും ഭദ്രമായ ഭസ്മമേ ഭദ്രമായ ഭസ്മവും ധരിച്ചു നമസ്കാരാകീണം. കണ്ടാ എങ്ങനെയാണ്? ഗംഭീര തകർപ്പൻ പെർഫോമൻസ്. ലക്ഷ്മി ആദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനെ അടുത്ത് നിന്നിട്ട്. ഇങ്ങനെ കഴിഞ്ഞ തവണ നമ്മുടെ ചാനലിൽ കണ്ടതല്ലാതെ സ്റ്റുഡിയോ ഇരുന്ന് കണ്ടതല്ലാതെ ഈ ലൈവായിട്ട് ഇങ്ങനെ ഒരു പെർഫോമൻസ് ആദ്യമായിട്ട്
അപ്പൊ ഇതിനകത്ത് ഒന്ന് രണ്ട് കാര്യം കൂടെയുണ്ട്. ലക്ഷ്മി ചെറിയ കൗതുകമുള്ള ചില വിവരങ്ങൾ കൂടിയുണ്ട്. ഇവരെല്ലാവരും ഈ പറഞ്ഞതുപോലെ തലവടി ചുണ്ടന്റെ ആൾക്കാരാണെന്ന് പറയുമ്പോൾ തന്നെ മനസ്സ് പകുതി അപ്പുറത്ത് നടുഭാഗത്തിന് കൊടുത്തിരിക്കുന്ന ഒരാൾ ഇവിടെ ഉണ്ട് അല്ലേ? ചെറുതനയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരാളുണ്ട്. എന്താ കാര്യം പറഞ്ഞു? എന്റെ ഹസ്ബൻഡ് ഒന്നാം തുഴക്കാരനാണ്. ചെറുതനയുടെ ഒന്നാം തുഴയാണ് പ്രതീഷ് കുമാർ. ചെറുതനയുടെ ഒന്നാം തുഴ പ്രതീഷ് കുമാറിന്റെ ഭാര്യയാണിതെന്ന് മാത്രമല്ല കാട്ടിൽ തെക്കേതിൽ തുഴയാനിരിക്കുന്ന ഒരു ആൾ കൂടിയാണിത്. വേറെ ആരൊക്കെയാ കാട്ടിൽ തെക്കേതിൽ തുഴയാനുള്ളവർ? വന്നേ പറയട്ടെ. പേര് പറഞ്ഞു? രഞ്ജിനി ബാബു, ബിന്ദു ഗോപി. അപ്പൊ ഇവരെല്ലാവരും ഈ പാട്ട് കഴിഞ്ഞിട്ട് ഇനി വേണം തുഴയാനായിട്ട് പോകാൻ. ഇനി ഇതിന്റെ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ഇവിടെ വന്ന് ഇത്രയും ആവേശത്തോടെ എല്ലായിടത്തും പാടി കഴിഞ്ഞിട്ട് പോയി തുഴയാനുള്ള ആരോഗ്യം ഉണ്ടാവും? പിന്നെ ഞങ്ങൾ കുട്ടനാട് ജനിച്ചു വളർന്ന വെള്ളം അതെ പ്രാക്ടീസ് അല്ല ഞാൻ ചോദിക്കട്ടെ, ആ തുഴയെ കൊണ്ട് നിൽക്കുന്നവരാ എപ്പോ വേണേലും. അപ്പൊ ഈ ഭയങ്കര മഴയൊക്കെ പെയ്താലോ അല്ല ലക്ഷ്മി, ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ ഇവര് തുഴയാൻ ഇറങ്ങുകയല്ലേ, ഈ മഴ പെയ്താൽ ഈ ആവേശം തണുക്കും. ഇല്ല ആവശ്യം കൂടത്തേ ഉള്ളൂ. അതെ ജയിക്കണം, ഞങ്ങളുടെ ലക്ഷ്യത്തിലെത്തണം. ഞങ്ങൾക്ക് ഇത്തവണ കാട്ടിൽ തെക്കേതിലിനോട് മത്സരിക്കുന്നത് ആരൊക്കെയാ? അത് അറിഞ്ഞു കൊടുത്താ വരുന്നുണ്ട്. അപ്പൊ എന്തായാലും എതിരാളി ഒരു പ്രശ്നമല്ല എന്നുള്ളതാണ്. എന്തോ അത്രത ത്രാണം എന്തെന്ന് അറിവുള്ള മഹർഷി തന്റെ കമണ്ഡലുവിൽ നിന്ന് അല്പം ജലമെടുത്ത് സ്വാമിന്റെ മേൽ പ്രോക്ഷിച്ച് യോഗ തെണ്ണുകൊണ്ട് മന്ദമായി ഒന്ന് തലോടി. അതാണ് ഞങ്ങളുടെ തലപടി. സ്വന്തം ഗ്രാമത്തെ കുറിച്ച് ഇത്ര സുന്ദരമായി വർണ്ണിക്കാൻ ആർക്കൊക്കെ കഴിയും എന്നുള്ളതാണ്. ഒരുപക്ഷെ അങ്ങനെ പറയരുത്. അപ്പൊ ഇനി നിങ്ങൾ എന്റെ പേര് ലീലാമ്മ രാമചന്ദ്രൻ. അതെ. തുഴഞ്ഞു നേടിയിട്ടുണ്ടോ? തുഴയാൻ അനുവദിച്ചിട്ടില്ല. 84 വയസ്സുണ്ട് ഇന്നും. ഇത്തവണ 1942 ഓക്കെ മസില് ഇന്നും ജോലി ചെയ്ത് ജീവിക്കുന്നു. വള്ളത്തിൽ തുടങ്ങിയിട്ടില്ല, പക്ഷെ വള്ളം വിട്ട് കഴിഞ്ഞാൽ പിന്നെ കാല് താഴെ ഉറക്കത്തില്ല. വള്ളവും ഞാനും കൂടെ ഇണങ്ങി ജീവിച്ചതാ. ഒരു വട്ടത്തുരുത്തിനകത്ത് ഉപദ്വീപിനകത്ത് വളർന്നതാണ് ഞാൻ. അപ്പോഴന്ന് മുതൽ വള്ളത്തിന്റെ തൊഴുത്തില് അറിയാലോ. ഇന്നും പാടത്ത് ഞാറ് പറിക്കുകയും കൊയ്യുകയും മെതിക്കുകയും എല്ലാം ചെയ്യുന്നതാണ്. വിദ്യാഭ്യാസം ഉള്ള ആളാണ്. പക്ഷെ വിധിയെ തടയാൻ ആരാലും സാധ്യമല്ല. ആണോ? ഈശ്വരൻ അവിടുന്ന് വിധിച്ചില്ല, പക്ഷെ അതുകൊണ്ടാണ്. അപ്പോ ഒരു കാര്യം മനസ്സിലായോ, ഈ ഏറ്റവും കൂടുതൽ കുട്ടനാടുകാർ തന്നെ തുഴച്ചിലുകാരാവുന്നതിന് കാരണം എന്താ? ഊരുള്ളവരാണ്, കരുത്തുള്ളവരാണ്, മസിലുള്ളവരാണ്. അതുകൊണ്ടാണ് അവരുടെ ഒരു ജീവിതവുമായി ബന്ധപ്പെട്ടെടുക്കുക. അതാണ്. ഇനിയും തുഴയാൻ തന്റെ ഇടമുണ്ട്. ഞാൻ പറയുന്നത് അടുത്ത മക്കൾ സമ്മതിക്കത്തില്ല അല്ലേ? തുഴയാൻ പറ്റത്തില്ല. അപ്പൊ എന്തായാലും വളരെ ആവേശത്തോടെയാണ് ഇവർ നമുക്കൊപ്പം ചേർന്നത് ലക്ഷ്മി. അതുകൊണ്ട് നമുക്ക് ഏതാണ്ട് അവസാനിപ്പിക്കാൻ തോന്നില്ല. ഇവർക്ക് ഇനി പോകാനുള്ളതാ, ഇവർക്ക് ഇനി തുഴയാൻ പോകാനുള്ളതാ. അപ്പൊ നമുക്ക് പിന്നെയും കാണാം. അവസാനിപ്പിക്കണം. എനിക്ക് തോന്നുന്നു ലക്ഷ്മി ഈ കൂടെ പോകുമോ എന്നുള്ള സംശയം എനിക്കുണ്ട്. അതെ, ഉത്സവപ്പറമ്പിൽ വന്ന കുട്ടിയെ പോലെ ഏതാണ്ട് കൃത്യമായി പെരുമാറിക്കൊണ്ടിരിക്കുകയാണ് ലക്ഷ്മി. അതുകൊണ്ട് നമുക്ക് സമയം പാലിക്കണം. നമുക്ക് തൽക്കാലം ഇവിടെ ഇത് അവസാനിപ്പിക്കാം, അടുത്തതിലേക്ക് കടക്കാം.